ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുസ്തക വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അഖിൽ പി ധർമ്മജൻ്റെ ഫാൻറ്റസി ത്രില്ലർ നോവലായിട്ടുള്ള മെർക്കുറി ഐലൻഡ് എന്ന പുസ്തകത്തിനെ കുറിച്ചാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ നോവൽ എന്താണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫ്ലോറിഡയിലെ ഒരു കോളേജിലെ അധ്യാപകനായിട്ടുള്ള നിക്കോൾസന് പഴയൊരു പുസ്തകവും മാപ്പും കണ്ടെത്തുകയും അതുവഴി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന മിസ്റ്റീരിയസ് ഐലൻഡായ മെർക്കുറി ഐലൻഡിനെ കുറിച്ച് അറിയുകയും ചെയ്യുന്നതാണ് കഥയുടെ ആരംഭം. ഒരു ആന്റിക് പ്രതിമയിൽ നിന്നും കിട്ടുന്ന തുകൽ പുസ്തകത്തിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ദ്വീപിനെ അന്വേഷിച്ചു പോകാനായി നിക്കോൾസന് പ്രേരണ തോന്നുകയാണ് ചെയ്യുന്നത്. മായന്മാരാൽ ആ ദ്വീപ് സംരക്ഷിക്കപ്പെട്ടിരുന്നു. ആകാംക്ഷ മൂലം തന്റെ അധ്യാപന ജോലി തന്നെ ഉപേക്ഷിച്ച് നിക്കോൾസൺ ആ നിഗൂഢ ദ്വീപിനെ അന്വേഷിച്ചുള്ള യാത്ര പുറപ്പെടുകയാണ്. വളരെ സാഹസികമായിട്ടുള്ള ഒരു ബോട്ട് യാത്രയ്ക്ക് ശേഷമാണ് നിക്കോൾസൺ ആ ദ്വീപിൽ എത്തിച്ചേരുന്നത്. പിന്നീട് നിക്കോൾസന്റെ തിരോധാനത്തിൽ അന്വേഷണം സ്വയം ഏറ്റെടുത്ത് ജോംസി എന്ന അധ്യാപികയും കുറച്ച് വിദ്യാർത്ഥികളും പ്രൊഫസറെ അന്വേഷിച്ചുകൊണ്ട് മെർക്കുറി ഐലൻഡിലേക്കുള്ള യാത്ര പുറപ്പെടുകയാണ്. ആ യാത്രയിൽ അവർക്കെല്ലാം ഉണ്ടാകുന്ന അപകടങ്ങളും ദ്വീപിലെ നിഗൂഢതകളും വായനക്കാരെ പിടിച്ചിരുത്തുന്നുണ്ട്. ഇവയെല്ലാം അതിജീവിച്ചുകൊണ്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള അവരുടെ യാത്രയാണ് മെർക്കുറി ഐലൻഡ് എന്ന നോവൽ. ബെർമുഡ ട്രയാങ്കിൾ ഒരു കടൽക്കെണിയാണെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. ആ ട്രയാങ്കിളിന്റെ നിഗൂഢതകൾക്ക് പിന്നിൽ കടൽ ചുഴികളിൽ മറഞ്ഞിരിക്കുന്ന മെർക്കുറി എന്ന ദ്വീപിനെ കുറിച്ചാണ് മെർക്കുറി ഐലൻഡ് പറയുന്നത്. കാലിഫോർണിയയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ കോളേജിലെ ചരിത്ര അധ്യാപകനാണ് പ്രൊഫസർ നിക്കോൾസൺ. പ്രൊഫസർ ഒരിക്കൽ ഒരു ലേലത്തിൽ പങ്കെടുക്കുന്നു. ലേലം ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്രാചീന വസ്തുക്കളിൽ ഒരു പ്രതിമ കണ്ട് അദ്ദേഹം ആകൃഷ്ടനാവുന്നു. അതിൽ ആകൃഷ്ടനായതുകൊണ്ട് തന്നെ പ്രൊഫസർ ആ പ്രതിമ ലേലത്തിൽ വാങ്ങുകയും പിന്നീട് അത് തൻ്റെ വീട്ടിലെത്തിക്കുകയും ചെയ്യുന്നു. പ്രതിമയിൽ രഹസ്യമായി അടക്കം ചെയ്തിരുന്ന തുകൽ പുസ്തകം വഴി അയാൾ ഒരു രഹസ്യദ്വീപിനെ കുറിച്ച് അറിയുന്നു. മെർക്കുറി എന്ന ആ ദ്വീപ് ഉൾക്കടലിനുള്ളിൽ പതിറ്റാണ്ടുകളായി മായൻ വംശജർ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒന്നാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. അധ്യാപന ജീവിതത്തിന് താൽക്കാലികമായി ഒരു ഇടവേള നൽകിക്കൊണ്ട് നിക്കോൾസൺ ആ യാത്രയ്ക്ക് പുറപ്പെടുന്നു. മായന്മാരുടെ സംസ്കാരവും മായൻ കലണ്ടറും ലൂത്ത് ലിപിയും ലോകാവസാനവും എല്ലാം കടന്നു വരുന്ന ഈ നോവൽ ഒരു അഡ്വഞ്ചർ നോവലിന്റെ കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ദ്വീപിലെ വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ച് അവർ രണ്ടാമത്തെ പുസ്തകം കണ്ടെത്തുകയും അതിലെ രഹസ്യങ്ങൾ അറിയുകയുമാണ് ചെയ്യുന്നത്. മായന്മാർ ഒളിപ്പിച്ചു വെച്ച പല രഹസ്യങ്ങളും കെണികളും താണ്ടി ലോകാവസാനം തടയുക എന്ന ലക്ഷ്യവുമായി അവർ ഒരുമിച്ച് മുന്നേറുകയും ചെയ്യുന്നു. ഒരുപാട് കഥാപാത്രങ്ങളുള്ള ഒരു നോവലാണ് അഖിൽ പി ധർമ്മജന്റെ മെർക്കുറി ഐലൻഡ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം. എന്നാൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും ഈ നോവലിലെ ഒരു പോരായ്മയായിട്ട് തോന്നിയത് ഇത്രയും കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും അവരിൽ ആരുമായും വായനക്കാർക്ക് വലിയൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല നോവല് ചിലയിടങ്ങളിൽ വലിച്ചു നീട്ടുന്നത് കൊണ്ട് ഇടയ്ക്കൊക്കെ ലാഗ് ഫീൽ ചെയ്യുന്നതായിട്ടും തോന്നുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ വളരെ സാധാരണയായിട്ടുള്ള ഒരു ഭാഷയിലാണ്, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുസ്തക വായനയിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയിലെ ആളുകൾക്ക് പോലും പെട്ടെന്ന് വായിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പുസ്തകമാണ്. വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലും കൂടിയാണ് ഈ ഒരു നോവൽ എഴുതിയിട്ടുള്ളത്. ഒരു അഡ്വഞ്ചർ സിനിമ കാണുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുക അതേ ഫീൽ തന്നെയാണ് നമ്മൾക്ക് ഈ ഒരു പുസ്തകം വായിക്കുമ്പോഴും കിട്ടുന്നത്. എന്നാൽ ഈ ഒരു ഇമോഷണൽ കണക്ഷൻ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ചില കഥാപാത്രങ്ങൾ മരിക്കുമ്പോൾ നമ്മൾക്ക് വലുതായൊന്നും അതിനെക്കുറിച്ച് ഒരു വിഷമമോ മറ്റു വികാരങ്ങളോ തോന്നുന്നുമില്ല. എന്നാൽ മലയാളത്തിലെ ഫാൻറ്റസി വിഭാഗത്തിൽ വരുന്ന പുസ്തകങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മെർക്കുറി ഐലൻഡ് എന്ന് പറയുന്ന പുസ്തകം വായനക്കാർക്ക് വളരെയധികം ആകാംക്ഷ തരുന്ന ഒരു നോവലാണ്. മലയാളത്തിൽ ഇതുവരെ പരീക്ഷിക്കാത്ത കുറേയധികം കാര്യങ്ങളും കുറേ വിഭാഗങ്ങളും കുറേയധികം ടോപ്പിക്കുകളും എല്ലാം ഈ നോവലിൽ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഒരു പുതിയ അനുഭവമായിട്ട് തന്നെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. തങ്ങൾക്ക് മുന്നിൽ ഒളിച്ചിരിക്കുന്ന അപകടങ്ങളും കെണികളും താണ്ടി അവർക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുമോ എന്നത് വായനക്കാരെ വളരെയധികം ത്രില്ലടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ യാത്രയിൽ ചുരുളഴിയുന്ന രഹസ്യങ്ങളും അതോടൊപ്പം തെളിഞ്ഞു വരുന്ന നിഗൂഢതകളും കൂടുതൽ സത്യങ്ങളും നോവലിന് മറ്റൊരു മാനം കൊണ്ടുവരുന്നുണ്ട്. മലയാളത്തിലാണ് നോവൽ എഴുതിയിട്ടുള്ളതെങ്കിലും നോവലിൻ്റെ സെറ്റിങ്സ് പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് പുറത്താണ് വരുന്നത്.
സിനിമാറ്റിക് ആയിട്ടുള്ള നോവലുകൾ വായിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് മെർക്കുറി ഐലൻഡ് എന്ന് പറയുന്ന ഈ ഒരു നോവൽ. ഒറ്റയിരുപ്പിന് വായിച്ച് തീർക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു നോവൽ തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നോവൽ ഇഷ്ടമായിട്ടുണ്ടോ? ഇഷ്ടമായെങ്കിൽ എന്തുകൊണ്ടാണതെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളുണ്ടെങ്കിൽ അത് ആരാണെന്നും കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്താണെന്നും പുസ്തകത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നും കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക്